ശ്രീ വയലാറിൻ്റെ രാവണപുത്രി എന്ന കവിതയിൽ നിന്നും കുറച്ച് വരികൾ. യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം. യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം. രക്തമൊഴുകിത്തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. ധൂമില സംഹാരരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ. ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ. ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ. കൃഷ്ണമണികൾ മറിയും മിഴികളിൽ ഉഷ്ണം കൊതിക്കും മനസ്സിൻ കയങ്ങളിൽ മൃത്യു പതുക്കെ പതുക്കെ ജീവാണുക്കൾ കൊത്തിവരിയും ശിരോമണ്ഡലങ്ങളിൽ. അപ്പോഴും രാവണന് ഉള്ളിലൊരന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. ഓർമ്മകൾക്കുള്ളിൽ മണിച്ചിലമ്പും കെട്ടി ഓടി നടക്കുന്നു പിന്നെയും മൈഥിലി. നമസ്കാരം. എൻ്റെ പേര് രാമേന്ദ്രൻ വടക്കേമഠം. ഞാൻ ഹ്യൂസ്റ്റൺ വോയിസിന് വേണ്ടിയിട്ട് പെയർലാൻഡിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. ഞാൻ ഇവിടെ ഫോർട്ട് ബെൻഡ് ISTയിൽ ഡള്ളസ് ഹൈസ്കൂളിൽ മാത്സ് ടീച്ചറാണ്. എൻ്റെ മുൻകാല പരിചയം എന്ന് പറയുവാണെങ്കിൽ ഞാൻ കണ്ണൂരാണ് എൻ്റെ സ്വദേശം. ശരിക്കും പറഞ്ഞാൽ പെരിയാട്ട്. എൻ്റെ ഹൈസ്കൂളും കോളേജും ഒക്കെ പിലാത്രയും പയ്യന്നൂരും മാടയൊക്കെ ആയിട്ടാണ് കഴിഞ്ഞത്. ഞാൻ മാടയ സ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നെ പയ്യന്നൂർ കോളേജിൽ നിന്ന് ഡിഗ്രിയും, കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നിന്ന് വേറൊരു ഡിഗ്രിയും, പിന്നെ തളിപ്പറമ്പിൽ നിന്ന് എൻ്റെ ടീച്ചിങ് ഡിഗ്രിയും ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ രാമന്തളി വടക്കുംപാട് സ്കൂളിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് 95-ലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ നോർത്ത് ഇന്ത്യയിൽ കോൺവെൻറ്റ് സ്കൂളുകളിൽ പിന്നെ അടുത്ത ഒരു 5 വർഷക്കാലം 2003 വരെ അമേരിക്കയിലേക്ക് വരുന്നത് വരെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ 1-2 കോൺവെൻറ്റ് സ്കൂളുകളിൽ മാത്സ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് 1999 എനിക്ക് ഒരു ബെസ്റ്റ് ടീച്ചറിനുള്ളൊരു അവാർഡും കിട്ടി. 2003-ലാണ് ഞാൻ ആദ്യമായിട്ട് US വരുന്നത്. വന്നത് റാപ്പിഡ് സിറ്റി സൗത്ത് ഡക്കോട്ടയിലാണ്. അവിടെ ഞാൻ സെൻറ്റ് ഫ്രാൻസിസ് ഇന്ത്യൻ സ്കൂൾ, ഒരു നേറ്റീവ് അമേരിക്കൻ സ്കൂളിൽ ജോലി ചെയ്തു. പിന്നെ അതുകൂടാതെ ഒരു ജുവനൈൽ ഡിറ്റൻഷൻ സെൻറ്ററിലും ഹെഡ് ടീച്ചറായിരുന്നു. അങ്ങനെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ എൻ്റെ കൂടെ വന്നവരൊക്കെ ഇവിടെ ഹ്യൂസ്റ്റണിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഹ്യൂസ്റ്റണിലെത്തുന്നത് 2006 ഹ്യൂസ്റ്റണിലെത്തിയിട്ട് ഞാൻ ഹ്യൂസ്റ്റണിൽ വാൾട്രപ്പ് ഹൈസ്കൂളിൽ ജോലി ആരംഭിച്ചു. 2006 മുതൽ 2012 വരെ. 2011 എനിക്ക് ഹ്യൂസ്റ്റൺ ഇൻഡിപെൻഡൻറ്റ് സ്കൂൾ ഡിസ്ട്രിക്ട് വാൾട്രപ്പ് ഹൈസ്കൂളിൽ നിന്ന് എനിക്ക് ബെസ്റ്റ് ടീച്ചർ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടി. ആ ഇടയ്ക്ക് ഖത്തർ ഗവൺമെൻറ് അമേരിക്കയിൽ നിന്നുള്ള ബെസ്റ്റ് പബ്ലിക് സ്കൂൾസിനെ അങ്ങോട്ട് ക്ഷണിച്ചിട്ട് അവിടെ സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രൊഫഷൻ ഡിബേക്കി ഹൈസ്കൂൾ ഫോർ ഹെൽത്ത് പ്രൊഫഷൻ അവരെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ
അതിൻ്റെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയറായിട്ട് ഞാൻ ഖത്തറിൽ പോയി അവിടെ ഒരു 5 വർഷം ജോലി ചെയ്തു. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ രാജ്യമായിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്തു, US വർക്ക് ചെയ്തു, അങ്ങനെ ഖത്തറിൽ വർക്ക് ചെയ്തു. ഖത്തറിൽ 5 വർഷം ഞാൻ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയറായിട്ട് ഡിബേക്കി ഹൈസ്കൂൾ ഫോർ ഹെൽത്ത് പ്രൊഫഷൻ എൻ്റെ ബ്രാഞ്ച് ക്യാമ്പസിൽ വർക്ക് ചെയ്തു. തിരിച്ച് ഞാൻ 2017 US തിരിച്ചു വന്നു. പിന്നെ വാട്ടർഫ് ഹൈസ്കൂളിലും പിന്നെ ഇപ്പോൾ കറൻ്റ്ലി ഡള്ളസ് ഹൈസ്കൂളിലും ഞാൻ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഡള്ളസ് ഹൈസ്കൂളിൽ ഞാൻ ഒരു UT ഓസ്റ്റിൻ്റെ സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടറാണ്. ഞാൻ പഠിപ്പിക്കുന്നത് കോളേജ് ആൾജിബ്ര. സ്റ്റുഡൻസ് ആർ ലേണിംഗ് കോളേജ് കോഴ്സസ് സിറ്റിംഗ് ഇൻ ഹൈസ്കൂൾ ക്ലാസ്സസ്. കറൻ്റ്ലി ഞാൻ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിട്ട് ഗുരുവായൂരപ്പൻ അമ്പലത്തിൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡിലുണ്ട്. ഞാൻ എന്താ പറയേണ്ടത്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമൊക്കെ അവരുടെ കൂടെ നിന്ന് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ യൂത്ത് വിങ്ങിൻ്റെയും പിന്നെ കോർഡിനേറ്ററാണ് ഞാൻ. അപ്പോൾ വർക്കും സോഷ്യൽ ലൈഫും എന്നിങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു. പിന്നെ എൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യ ധന്യ രാമചന്ദ്രൻ. ധന്യ ഇവിടെ ടെക്സസിൽ സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടറാണ്, ടീച്ചറാണ്. പിന്നെ എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്തയാൾ സീനിയർ നിവേദ് രാമേന്ദ്രൻ, രണ്ടാമത്തെ ആൾ നവേന്ദ്, 5ാം ക്ലാസ്സിലാണ് നവേന്ദ് രാമേന്ദ്രൻ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വർക്ക് ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഒരു ഗാനത്തിലേക്ക് കടക്കാം. ഒരു ബാല്യകാല സ്മരണ ഉണർത്തുന്ന ഒരു ഗാനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അവതരിപ്പിക്കാം. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നെൻ ബാല്യം, ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം. കളിമണ്ണിൽ പാവാട ചായം തേക്കും അതു കാൺകെ കളിയാക്കുമിലനാമ്പുകൾ, കളിയാടുന്ന പാടത്തെ കതിരോർമ്മ ബാല്യം. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നെൻ ബാല്യം, ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം. പകലിനെ സ്നേഹിച്ചു കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറു നോക്കിക്കരഞ്ഞു, അവൾ മുഖമൊന്നുയർത്താതെ നിന്നു. പകലിനെ സ്നേഹിച്ചു കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറു നോക്കിക്കരഞ്ഞു, അവൾ പാതിമയക്കത്തിൽ നിന്നു. ഒരു കാറ്റുമെയ്തലോടി അറിയാതെ പാട്ടുമൂളി, ഒരു കാറ്റുമെയ്തലോടി അറിയാതെ പാട്ടുമൂളി, അതിലലിയാത്ത മഴയോർമ്മയൻ ബാല്യം. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നെൻ ബാല്യം, ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം. നാട്ടിലേക്ക് ഒന്ന് തിരിച്ചു പോവാം. എൻ്റെ കുട്ടിക്കാലവും വിദ്യാഭ്യാസവും ഉള്ള കാര്യങ്ങൾ കുറച്ച് വിശദീകരിക്കാം. നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്നത് പെരിയാട്ട് ആണ്. പിന്നെ അച്ഛനും അമ്മയും പിന്നെ 2 സഹോദരികളും പിന്നെ ഒരു സഹോദരനും. ഞാൻ ഏറ്റവും ഇളയതാണ്. 4 മക്കളാണ്. അപ്പോൾ ഒരു ടീച്ചർ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. അച്ഛൻ ടീച്ചറായിരുന്നു, അമ്മയ്ക്ക്
ടീച്ചിങ്ങിനുള്ള യോഗ്യത ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ഹൗസ് വൈഫായിട്ടാണ് കഴിഞ്ഞത്. പിന്നെ ചേച്ചിമാർ രണ്ടുപേരും ടീച്ചേഴ്സായിരുന്നു. ഒരാളുടെ ഭർത്താവും ടീച്ചറായിരുന്നു. എൻ്റെ ചേട്ടൻ ഒരു അഡ്വക്കേറ്റാണ്. അപ്പോൾ ഞാൻ പഠിച്ചത് പ്രൈമറി സ്കൂള് വാരണക്കോട് ALP സ്കൂളാണ്. അവിടെ എൻ്റെ അച്ഛനും ടീച്ചറായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് പിലാത്തറ UP സ്കൂളിലാണ് എൻ്റെ സെക്കൻഡറി, അതായത് പിന്നെ UP സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ മാടായി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞത്. ആ സമയത്ത് കവിതകളൊക്കെ കുറച്ചൊക്കെ പാടുമായിരുന്നു. പിന്നെ അത് മറ്റ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. യുവജനോത്സവം കാര്യങ്ങളുമൊക്കെ, ലളിതഗാനം, അങ്ങനെയൊക്കെ. പിന്നെ അന്നേരം ശാസ്ത്രീയമായിട്ട് ഒന്നും അഭ്യസിച്ചൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഇതിനൊക്കെ ഇങ്ങനെ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി, ആ കാലത്ത് പ്രീ ഡിഗ്രി ആയിരുന്നല്ലോ. പ്രീ ഡിഗ്രി പഠിച്ചത് പയ്യന്നൂർ കോളേജിലാണ്. പയ്യന്നൂർ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് അത് മാത്സ് ഗ്രൂപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എടുത്തത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ ഞാൻ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡബിൾ മേജറായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത വർഷം ഞാൻ തളിപ്പറമ്പിലെ ഒരു ട്രെയിനിങ് കോളേജ്, ഇത് B.Ed ട്രെയിനിങ് കോളേജിൽ ഞാൻ B.Ed കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ടീച്ചർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ടീച്ചിങ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒരു ഫണ്ണായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ശാസ്ത്രീയമായിട്ട് സംഗീതത്തിനും അതുപോലെ തബലയും ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കാൻ തുടങ്ങി. എനിക്ക് തബല ഞാനൊരു 4-4.5 വർഷത്തോളം പഠിച്ചിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് സംഗീതം എനിക്ക് ഒരു വർഷമേ പഠിക്കാൻ പറ്റുള്ളൂ എങ്കിലും സംഗീതം എനിക്ക് കോവിഡ് സമയത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. ഒരു 4 വർഷം വീണ്ടും ഞാൻ അഭ്യസിച്ചിട്ടുണ്ട് സംഗീതം, ഒരു 2020-2024 കാലഘട്ടങ്ങളിൽ. അപ്പോൾ തബല ഞാൻ നാട്ടിൽ നിന്ന് തന്നെ അഭ്യസിച്ച് വന്നതാണ്. അപ്പോൾ ഒരു 95 എൻ്റെയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനിവിടെ രാമന്തള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, വടക്കുംപാട് എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ ഞാൻ പിന്നെ മാത്സ് ആൻഡ് ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു 95-ൽ. അപ്പോൾ അതുവരെ 31 വർഷമായി എൻ്റെ ടീച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 1.5 വർഷം ജോലി ചെയ്തപ്പോഴത്തേക്കും നോർത്ത് ഇന്ത്യയിൽ നിന്നും, അതായത് ക്ഷേത്ര നഗരിയായ വാരാണസിയിൽ നിന്നും എനിക്ക് ഒരു ഇൻവിറ്റേഷൻ വന്നു. അവിടുത്തെ കോൺവെൻറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഓഫർ വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വീട് വിട്ട് പിന്നെ അങ്ങനെ ഒരു നോർത്ത് ഇന്ത്യയിലേക്ക്, ആ കാലത്തൊക്കെ ട്രെയിനാണ്, ഒരു 2-2.5 ദിവസമൊക്കെ എടുക്കും. വാരാണസി എത്തി. ഹിന്ദി അറിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും മലയാളികളായിട്ടുള്ള ഒരുപാട് അഭ്യുദയകാംക്ഷികൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അവിടെയുള്ള ഒരുപാട് നല്ല അനുഭവങ്ങൾ, അതായത് പിന്നെ അറിയാത്തൊരു ഭാഷയിൽ ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഇംഗ്ലീഷും നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും അല്ല പഠിച്ചിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷൊന്നും അത്രയൊന്നും വെൽ വേഴ്സ്ഡ് ആയിരുന്നില്ല. എന്നാലും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവിടെ ഞാൻ ഒരു 2002 വരെ ഞാൻ ആ സ്കൂളിൽ മാത്സ്, പിന്നെ ഇംഗ്ലീഷ്, അതുകൂടാതെ ആർട്ട് എഡ്യൂക്കേഷൻ, ഞാൻ ചിത്രം വരക്കുമായിരുന്നു നന്നായിട്ട്. അപ്പോൾ ആർട്ട് എഡ്യൂക്കേഷൻ കൂടി ടീച്ചറായിട്ട് ഞാൻ ജോലി ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ എനിക്ക് തബല കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ളൊക്കെ അവസരങ്ങൾക്ക് സ്കൂൾ അസംബ്ലിയിലൊക്കെ ഞാൻ തബല വായിക്കുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു, ഹിന്ദിയിലൊക്കെ പാട്ടുകളൊക്കെ പഠിച്ചു, അങ്ങനെ പാടുമായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു കാലഘട്ടമായിരുന്നു അത് 2002 വരെ. 2002 കഴിഞ്ഞപ്പോഴത്തേക്കും അമേരിക്കയിലുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിനുള്ള സ്റ്റെപ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ സമയത്ത് ഞാൻ അവിടെ വേറൊരു സ്കൂളിൽ, ഫാദേഴ്സിൻ്റെ ഒരു സ്കൂളിൽ ഞാൻ എൻ്റെ ജോലി കണ്ടിന്യൂ ചെയ്തു. അതൊരു ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. അവിടെയും മാത്സ് ടീച്ചറായിട്ടാണ് ജോലി ചെയ്തത്. അങ്ങനെ ഫോർച്ചുനേറ്റ്ലി 2003 ബിഗിനിങ് ആകുമ്പോഴത്തേക്കും എനിക്ക് അമേരിക്കയ്ക്ക് വരാനുള്ള വിസയൊക്കെ ശരിയായി. അങ്ങനെ ആ അധ്യയന വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഓഗസ്റ്റ് 2003 ഞാൻ ഇവിടെ അമേരിക്കയിലെത്തിയത് ഞാൻ റാപ്പിഡ് സിറ്റി, സൗത്ത് ഡക്കോട്ട എന്നുള്ള സ്ഥലത്താണ്. സൗത്ത് ഡക്കോട്ടയിലുള്ള ഒരു ചെറിയൊരു സിറ്റിയിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലിയിൽ കയറുന്നത്. എന്താ പറയേണ്ടത്, ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ പിന്നെ പഠിച്ചിട്ടും കാര്യമില്ല. അത് ഇവിടുത്തെ ആക്സെൻറ്റ് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് ആക്സെൻറ്റ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. എന്നാലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അതൊക്കെ നേറ്റീവ് അമേരിക്കൻ റിസർവേഷൻ ആയിരുന്നു. ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അവിടുത്തെ സൗത്ത് ഡക്കോട്ടയിലത്തെ സെക്കൻഡ് ലാംഗ്വേജ് ആയ ലക്കോട്ട കോഴ്സൊക്കെ എടുത്ത് അതൊക്കെ കുറച്ച് വേർഡുകളൊക്കെ പഠിക്കാൻ പറ്റി. കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ,
നേറ്റീവ് അമേരിക്കൻ പോപ്പുലേഷനിൽ പിന്നെ എന്തൊക്കെയുണ്ട് അവിടുത്തെ കൾച്ചറൽ വാല്യൂസ് അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് നമ്മുടെ പിന്നെ അധ്യയനത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 2 വർഷം അങ്ങനെ അവിടെ പഠിപ്പിച്ചപ്പോഴത്തേക്കും ഞാൻ സർട്ടിഫൈഡ് ടീച്ചറായിരുന്നു മാത്സിൽ, അതുപോലെ അവിടുത്തെ സ്റ്റഡീസിലും. അവിടുത്തെ ജുവനൈൽ ഡിറ്റൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ജൂനിയർ ജയിൽ എന്ന് പറയാം. അവിടെ നിന്ന് എനിക്കൊരു ഓഫർ വന്നു ഹെഡ് ടീച്ചറായിട്ട്. അപ്പോൾ ഞാൻ അവിടെ 1 വർഷം ഞാൻ എന്താ പറയുക സൗത്ത് ഡക്കോട്ടയിലെ ഒരു ജുവനൈൽ ഡിറ്റൻഷൻ സെൻറ്ററിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പല മോശമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് അറ്റാക്ക് ചെയ്തു, അങ്ങനെ കുറച്ച് ഒരു ഇഞ്ചേർഡായി, അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. പിന്നെ ഇഞ്ചുറിയൊക്കെ മാറിയിട്ട് തിരിച്ച് ഞാൻ അങ്ങോട്ട് തന്നെയാണ് ജോലിക്ക് പോയത്. അങ്ങനെ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സൊക്കെ ഹ്യൂസ്റ്റണിലായിരുന്നു അവരൊക്കെ വന്നിരുന്നത്. ഞാനും കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൗത്ത് ഡക്കോട്ടയിൽ. അപ്പോൾ ഹ്യൂസ്റ്റണിൽ വന്ന ഫ്രണ്ട്സ് എന്നെ ഇങ്ങോട്ട് വരാൻ ക്ഷണിച്ചു. അങ്ങനെയാണ് ഞാൻ ഹ്യൂസ്റ്റണിലെത്തുന്നത് 2006. എൻ്റെ ഹ്യൂസ്റ്റണിലത്തെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് വാൾട്രപ്പ് ഹൈസ്കൂൾ എന്ന് വെച്ചാൽ ഒരു വലിയൊരു കോംപ്രിഹെൻസീവ് ഹൈസ്കൂളാണ്. വി ഹാഡ് ഓൾമോസ്റ്റ് 3200 സ്റ്റുഡൻസ്. അവിടെ ഹൈസ്കൂൾ മാത്സ് ടീച്ചറായിട്ട് ഞാൻ അങ്ങനെ 2006 സ്റ്റാർട്ട് ചെയ്തു. 2006 മുതൽ 2012 വരെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തു. 2011 എനിക്ക് അവിടുന്ന് ക്യാമ്പസ് ടീച്ചർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടി. അങ്ങനെ 1 വർഷം അവാർഡ് കിട്ടി. 1 വർഷത്തിന് ശേഷം എനിക്ക് അടുത്ത് തന്നെയുള്ള യങ് വിമൻസ് കോളേജ് പ്രപ്പ് അക്കാദമി, അതായത് ഒരു ഗേൾസ് സ്കൂളാണ്. ഹ്യൂസ്റ്റൺ ISTൻ്റെ കീഴിൽ 2 ജനറൽ സ്കൂൾസേ ഉള്ളൂ, അതിലൊരെണ്ണമാണ് ഇത്. അപ്പോൾ അവിടെ ഞാൻ 1 വർഷം ജോലി ചെയ്തു. എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് മിസ്റ്റർ വിനോയ് സിറിയക്കാണ് എന്നെ അവിടെ ജോലി കിട്ടാനുള്ള ഒരു കാരണം. അപ്പോൾ പുള്ളി ഈ അവസരത്തിൽ ഞാൻ പിന്നെ ഓർക്കുന്നു. പുള്ളി ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ 1 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മിഡിൽ ഈസ്റ്റ് എന്ന്, അതായത് നമ്മുടെ ഹ്യൂസ്റ്റണിലുള്ള ഡിബേക്കി ഹൈസ്കൂൾ ഫോർ ഹെൽത്ത് പ്രൊഫഷൻസ് സ്കൂളിൻ്റെ ഒരു ബ്രാഞ്ച് ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഖത്തറിൽ. അപ്പോൾ അവിടെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ ചാൾസ് ഡീസൺ എന്നെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് വീണ്ടും ഒരു 3rd കൺട്രിയിലോട്ട് പോകാനുള്ള ഒരു അവസരം അങ്ങനെ കിട്ടിയപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചില്ല. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ വൈഫും എൻ്റെ മൂത്ത മോനും ഉണ്ടായിരുന്നുള്ളൂ, നിവേദ രാമേന്ദ്രൻ, മൂത്ത ആൾ നിവേദ രാമേന്ദ്രൻ, പിന്നെ വൈഫ് ധന്യ രാമേന്ദ്രൻ. അപ്പോൾ ധന്യ ഒരു മാത്സ് ടീച്ചറായിട്ട് കെമിസ്ട്രി ടീച്ചറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ധന്യ ഈസ് ഓൾസോ എ സർട്ടിഫൈഡ് കെമിസ്ട്രി ടീച്ചർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ടെക്സസ്. 2012 മുതൽ 2017 വരെ ഞാൻ ഖത്തറിൽ ദോഹയിൽ ഡിബേക്കി ഹൈസ്കൂൾ ഫോർ ഹെൽത്ത് പ്രൊഫഷൻ്റെ ബ്രാഞ്ച് ക്യാമ്പസിൽ മാത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയറായിട്ട് ജോലി ചെയ്തു. ആ സമയത്ത് one of the best 5 years in my teaching life. So I was teaching almost every single high school course, starting from algebra all the way up to calculus, BC and AP statistics, everything. So I enjoyed teaching those people. ഒരുപാട് നല്ല അനുഭവങ്ങൾ തന്നൊരു സ്ഥലമായിരുന്നു ദോഹ, ഖത്തർ. അപ്പോൾ നമ്മുടെ ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗ് ഒക്കെ ഇൻ പ്രോഗ്രസ് ആയിരുന്നത് കൊണ്ട് നമുക്കൊന്നും ഒരുപാട് കാലമൊന്നും അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വന്നത് 2017 ഞാൻ തിരിച്ചു വന്നു. എനിക്ക് എൻ്റെ പഴയ സ്കൂൾ വാൾട്രപ്പ് സ്കൂൾ തന്നെ എനിക്ക് വീണ്ടും ജോലി തന്നു. അങ്ങനെ 2 വർഷം കൂടി ഞാൻ വാൾട്രപ്പ് ഹൈസ്കൂളിൽ പഠിപ്പിച്ചു. കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ താമസിക്കുന്നത് ഷുഗർലാൻഡ് ഏരിയ ആണ്. അപ്പോൾ ഒരുപാട് മലയാളികളുള്ള ഒരു 40,000 മലയാളി ഫാമിലീസിലെ ഒരു വലിയൊരു ഇന്ത്യൻ കോണ്ടിനെൻറ്റിൻ്റെ ഒരു പരിച്ഛേദം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെയുള്ള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 hour ഡ്രൈവ് ചെയ്തിട്ടായിരുന്നു വാൾട്രപ്പ് ഹൈസ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ എനിക്ക് 2019, അതായത് കോവിഡ് ഇയറിൻ്റെ ആ ഒരു ബിഗിനിങ്ങിൽ എനിക്ക് ഡള്ളസ് ഹൈസ്കൂളിൽ ജോലി കിട്ടി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഡള്ളസ് ഹൈസ്കൂളിൽ ഇരുന്നു. വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ് ഡള്ളസ് ഹൈസ്കൂളിൽ. ഞാൻ ഇൻ്റർവ്യൂവിന് ഡള്ളസ് ഹൈസ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ഹോൾവേയിലോട്ട് കയറിയപ്പോഴത്തേക്കും എൻ്റെ പുറകിൽ കാണുന്നത് സ്വാഗതം എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഒരു മലയാളിക്ക് ഇതിലപ്പുറം സന്തോഷിക്കാൻ എന്താണ് വേണ്ടത്? ഇപ്പോൾ ഡള്ളസ് ഹൈസ്കൂളിൻ്റെ 3 സ്കൂളുകൾ, അതായത് എലിമെൻ്ററി, മിഡിൽ സ്കൂൾ, ഹൈസ്കൂളിലും കയറുന്നെടുത്ത് വെച്ച് തന്നെ ഒരു 3 ലാംഗ്വേജിൽ പിന്നെ വെൽക്കം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഒരെണ്ണം മലയാളമാണ്. അതപ്പോൾ അത്രയും മലയാളി പോപ്പുലേഷൻ്റെ ആ ഒരു ജസ്റ്റിഫിക്കേഷനാണത് കാണുന്നത്. ഇപ്പോൾ എനിക്ക് ഇത് തന്നെ എൻ്റെ സ്ഥലം എന്ന് എനിക്ക് തോന്നി അത് കണ്ടപ്പോഴത്തേക്കും. അങ്ങനെ എനിക്ക് ഡള്ളസ് ഹൈസ്കൂളിൽ ജോലി കിട്ടി 2019 മുതൽ. ഇപ്പോൾ ഈ വർഷം വരെ ഞാനിപ്പോഴും അവിടെ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോവിഡ് ഇയർ വന്നു.
അതിനിടയ്ക്ക് എനിക്ക് UT ഓസ്റ്റിൻ്റെ കോളേജ് ആൾജിബ്ര പഠിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ ഞാൻ അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഞാനിപ്പോൾ ഒരു UT ഓസ്റ്റിൻ്റെ അപ്രൂവ്ഡ് ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഞാൻ കുട്ടികളെ കോളേജ് ആൾജിബ്ര പഠിപ്പിക്കുന്നു ഹൈസ്കൂളിൽ. അതായത് ദിസ് ഈസ് നോൺ ആസ് ലൈക്ക് എക്സ്പീരിയൻസ് കോളേജ് ബിഫോർ കോളേജ്. So it is a great experience to teach college algebra from UT Austin with our students at Dulles High School. So Dulles High School is one of the best high schools in Fort Bend ISD. In Fort Bend ISD, the schools are divided into like academies, like Math and Science Academy is Dulles High School, Engineering Academy is Elkins High School. Engineering Academy is Elkins High School. Medical Academy is Hightower High School. So there are like some divisions of all these academies. So there are like good students coming to these schools, and especially I would like to say, in Dulles High School we have like about 40% to 50% are like Asian Indian population, and ഒരു ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് 5 or 6 or 7 മലയാളി സ്റ്റുഡൻസിനെ കാണാൻ പറ്റും. അപ്പോൾ അത്രയും ഒരു നല്ല ഒരു നമ്മുടെ നാട്ടിലെ സംസ്കാരമായിട്ട് ഒഴുകിച്ചേരുന്ന തരത്തിലുള്ള ഡെമോഗ്രാഫിക്സും ഒക്കെ വരുമ്പോഴത്തേക്കും I enjoy teaching these students regardless. So if you don't like this profession, you won't be able to stay in this profession for more than 30 years. So my advice to the juniors would be like, you first love your profession, then you will be successful. എൻ്റെ ഈ വർഷകാലത്തിനിടയ്ക്ക് പല സ്കൂളുകളിലും പല ജൂനിയർ ടീച്ചേഴ്സും വന്നിട്ടുണ്ട്. അവരൊക്കെ ഒരു 6 മാസം 1 വർഷം കഴിയുമ്പോൾ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അവർക്ക് അത്രയും ക്ഷമയില്ല. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ അമേരിക്കൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കണമെങ്കിൽ വളരെ ഹാർഡാണെന്നൊക്കെ പറയും. ഹാർഡാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇഫ് യു നോ ദം, ഇഫ് യു നോ ദെയർ ബാക്ക്ഗ്രൗണ്ട്, ഇഫ് യു നോ ഹൗ ഇസ് ദെയർ ഡേ ഗോയിങ്, I don't think it is hard. I don't think I would be able to stay this long if I don't love this profession. So I like teaching. Probably it may be hereditary. My parents are teachers, and my uncles and a lot of family members are teachers. Probably it is hereditary, but I like teaching. I love students, and I like to be at Dulles for several more years. ഇതാണ് എൻ്റെ ലൈഫ് സ്റ്റോറി. അപ്പോൾ എന്താ പറയുക, ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അമേരിക്കയിൽ വന്ന് വീണ്ടും ഖത്തറിൽ പോയി തിരിച്ച് വന്ന് ഇപ്പോൾ എൻ്റെ ടീച്ചിങ് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ എനിക്ക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. 2009 അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഇന്ന് ഈ ദിവസം വരെ ഞാൻ ടെമ്പിളിൻ്റെ ഒരു വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ ടെമ്പിൾ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറാണ്. ഞാൻ അമ്പലത്തിൽ കമ്മ്യൂണിറ്റി റിലേഷൻസ് ആൻഡ് യൂത്ത് റിലേഷൻസ് കൈകാര്യം ചെയ്യുന്നു. ഓൾമോസ്റ്റ് എവറി single week we have some festivities in there. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. സോ എന്താ പറയുക, ഒരു സോഷ്യൽ വർക്ക് ബാലൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഹ്യൂസ്റ്റൺ ആണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല. കാരണം അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസാണ് ഇവിടെ കിട്ടുന്നത്. എല്ലാ രീതിയിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള, നമുക്ക് ഗ്രോ ചെയ്യാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെയുണ്ട്. ഇനി എന്തായാലും സോഷ്യലായാലും ഇമോഷണൽ ആയാലും, അല്ലെങ്കിൽ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയാലും, ഡിവോഷൻ ആയാലും, റിലീജിയസ് ഇതാണെങ്കിലും എന്തായാലും ഇവിടെ ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെയുണ്ട്. അപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. സാറേ, ഈ അഭിമുഖം നിർത്തുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങളൂടെ. സാറ് ചെറുപ്പത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയാൽ, ചൈൽഡ്ഹുഡിലോട്ട് പോയാൽ എങ്ങനെയാണ് ഈ കണക്കിലോട്ടുള്ള ഒരു അഭിരുചി വന്നത്? അത് ഏത് സ്റ്റാൻഡേർഡ് മുതൽ തുടങ്ങി എന്നൊന്നും. അതൊരു കാര്യം പറയാൻ ഇരുന്നായിരുന്നു, അത് ഞാൻ വിട്ടുപോയി. കണക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ എനിക്ക് ഓർമ്മയുണ്ട് ആ ടീച്ചറുടെ പേര് ശ്രീധരൻ നമ്പൂതിരി എന്നാണ് ആ ടീച്ചറിൻ്റെ പേര്. ഇപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ആ ഏജിൽ, അതായത് ആ സ്റ്റാൻഡേർഡിൽ ഒരു ഡിഫിക്കൽട്ടായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാനത് പെട്ടെന്ന് അതിൻ്റെ ആൻസർ പറഞ്ഞു. അതായത് ആരും എക്സ്പെക്റ്റ് ചെയ്തില്ല ആ ആൻസർ. അപ്പോൾ എന്നോട് ആ ടീച്ചർ പറഞ്ഞു, കണക്കിൽ നല്ലൊരു ഭാവിയുണ്ട്, ഒരു കണക്ക് അധ്യാപകനായിട്ട് വളരെ ആശംസിക്കുമെന്ന് പറഞ്ഞു. അന്നു മുതൽ എൻ്റെ മനസ്സിൽ കയറിയാണ്. പിന്നെ എന്നെ ടീച്ചറാവാനുള്ള എൻ്റെ മെയിൻ റീസൺ എൻ്റെ അച്ഛനാണ്. അച്ഛൻ ടീച്ചറായിരുന്നു. അച്ഛൻ എപ്പോഴും ഈ ടീച്ചിങ്ങിൻ്റെ പോസിറ്റീവ് വശങ്ങളെപ്പറ്റി എപ്പോഴും പറയുമായിരുന്നു. 2 മാസം അവധിയുണ്ട്,
അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് ജീവിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പണ്ടേ അറിയാവുന്ന. ടീച്ചറാവാൻ ഇഷ്ടമായിരുന്നു. മാത്സ് ആണ് എൻ്റെ ഫ്യൂച്ചർ ലൈഫ് എന്ന് ശരിക്കും തിരിച്ചറിയുന്ന 6ാം ക്ലാസ്സിൽ നിന്നാണ്. അപ്പോൾ അതിന് ആ ടീച്ചറിന് നന്ദി പറയുന്നു. പിന്നെ ഞാൻ നാട്ടിൽ പോയ വല്ലപ്പോഴും ടീച്ചറെ കാണാറുണ്ട്. അതുപോലെ ഒരു വൺ ഓഫ് ദ സെവറൽ ടീച്ചേഴ്സ്, എന്നെ ഒരുപാട് മോൾഡ് ചെയ്തെടുത്ത ഒരുപാട് ടീച്ചേഴ്സ് എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ഹൈസ്കൂളിലായാലും പിന്നെ കോളേജിലായാലും. പിന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, നമ്മുടെ ഈ പ്രൊഫഷനോട് തിരിയുമ്പോഴുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് പിന്നെ ക്വസ്റ്റ്യൻസും ഒക്കെ ആൻസർ ചെയ്ത് എൻ്റെ ഒരുപാട് വളരെ അടുത്ത നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. സാറ് നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി ബെൽറ്റിൽ ജോലി ചെയ്തു. ഖത്തറിൽ അറബിക് ഏരിയയിൽ ജോലി ചെയ്തു. അമേരിക്കയിൽ ഇംഗ്ലീഷ് ജോലി ചെയ്തു. ഈ 3 സ്ഥലത്തും കണക്ക് പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടിരുന്നോ? മാത്തമാറ്റിക്സ് ഹാസ് ഇറ്റ്സ് ഓൺ പ്ലസ് ആൻഡ് മൈനസ്. ഇപ്പോൾ ഞാനിപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇപ്പം കണക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടന്റ് അറിയുക എന്നുള്ളതിനേക്കാളും അവരെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ്, അവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ റിഗാർഡ്ലെസ് വെദർ ഇറ്റ് ഈസ് ഹിന്ദി ഓർ അറബിക് ഓർ ഇംഗ്ലീഷ്, മാത്ത് ഈസ് എ ലാംഗ്വേജ്. Math doesn't need any other language. It is just a play with the numbers. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ ഹിന്ദി, അതായത് പിന്നെ ഇപ്പോൾ ഹിന്ദി നല്ലവണ്ണം അറിയായിരുന്നുവെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് അന്നേരം പഠിപ്പിക്കാൻ പറ്റും എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായതുകൊണ്ട് ഹിന്ദി ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. അതൊരു പ്ലസ് ആയിരുന്നു. പക്ഷേ എന്നാലും പിന്നെ പുറത്തുള്ള ലൈഫിലേക്ക് ഹിന്ദി ഒരുപാട് ആവശ്യമായിട്ട് വന്നു. കുറച്ച് സ്ട്രഗിൾ ചെയ്തു തുടക്കത്തിൽ തന്നെ. അതുപോലെ എന്താ പറയുക, ഖത്തറിൽ പോയപ്പോഴത്തേക്കും അറബിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. എന്നാലും എനിക്ക് മാത്ത് ടീച്ചിങ് വാസ് നെവർ ഡിഫിക്കൽട്ട്, ബിക്കോസ് ദാറ്റ് ഈസ് ഇൻ മൈ ബ്ലഡ്. സോ മാത്ത് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, റിഗാർഡ്ലെസ് ഇത് ഹിന്ദിയിൽ ആണെങ്കിലും നോർത്ത് ഇന്ത്യയിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും US-ലാണെങ്കിലും I always enjoyed teaching. So I never found anything difficult with the teaching math in any of these countries. വേറൊരു ചോദ്യം, അത് സാങ്കല്പികമാണ്, അല്ലെങ്കിൽ അത് പ്രയാസം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇപ്പോൾ ഉത്തരം പറയണ്ട. സാറിന് സ്കൂൾ ലെവലിൽ, ഹൈസ്കൂൾ ലെവല്, SLC, പ്രീ ഡിഗ്രി, BSc, ഗ്രാജുവേഷൻ, ഈ ലെവലിൽ എന്തെങ്കിലും 90+ സ്കോർ ചെയ്തിട്ടുണ്ടോ മാത്തമാറ്റിക്സിൽ? അതോ 100% ഉണ്ടായിരുന്നോ? അത് ഒന്ന് പറയാൻ പറ്റുമോ? കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്ന കാര്യമുണ്ട്. ഞാൻ എപ്പോഴും 90+ എയിം ചെയ്യണം എന്ന് പറയുമ്പോൾ, ഐ വാസ് നോട്ട് എ സ്ട്രേറ്റ് എ സ്റ്റുഡൻറ്റ്. എനിക്ക് 60 കിട്ടിയിട്ടുണ്ടാവാം, 65 കിട്ടിയിട്ടുണ്ടാവാം, 70 കിട്ടിയിട്ടുണ്ടാവാം, 100-ൽ 100 കിട്ടിയ അവസരം കിട്ടും. എനിക്ക് പ്രീ ഡിഗ്രി മാത്സിൽ 100-ൽ 100 കിട്ടിയതാണ്. അപ്പോൾ ഞാനൊരു ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല ഒരിക്കലും. പക്ഷേ എന്താ പറയുക, പക്ഷേ എനിക്ക് മാത്സിനോട് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ പഠിച്ചിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തെ ആ തെറ്റ്, ഇപ്പോൾ ഒരു പ്രാവശ്യത്തെ എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് ഫോൾട്ട് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കുട്ടികളും എന്താ പറയുന്നത്, അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ സംഭവിച്ചിരുന്നത്. ഇപ്പോൾ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നന്നായിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എല്ലായ്പ്പോഴും സ്ട്രേറ്റ് 100 ഒന്നുമില്ല, സ്ട്രേറ്റ് സ്റ്റുഡൻറ്റും ആയിരുന്നില്ല. പക്ഷേ എന്താ മാത്സ് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും അതുമായിട്ട് പിന്നെ എനിക്ക് സ്റ്റുഡൻ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു. സാറ് പല രാജ്യത്തും പല സ്ഥലത്തും ജോലി ചെയ്യുകയും ജീവിക്കുകയും ചെയ്തു. ഇപ്പോൾ അമേരിക്കയിലാണ് കഴിഞ്ഞ 25 വർഷമായിട്ട്, അല്ലേ? ഏകദേശം 23 വർഷം. അപ്പോൾ ആദ്യം ഇവിടെ അമേരിക്ക വന്ന വിസ സ്റ്റാറ്റസ് എന്തുമായിരുന്നു? അന്ന് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റിയിരുന്നോ? ഞാൻ ആദ്യം വന്നപ്പോഴത്തേക്കും ഞാൻ സിംഗിൾ ആയിരുന്നു. 2003 വന്നപ്പോഴത്തേക്കും ഞാൻ H1B വിസയിൽ വന്നു. അത് H1Bയിലാണ്. 2006 അത് സെക്കൻഡ് ടൈം റിന്യൂ ചെയ്തു. അപ്പോൾ സെക്കൻഡ് ടൈം 2006 ഐ ഗോട്ട് മാരീഡ്. അങ്ങനെയാണ് ധന്യയും ഇങ്ങോട്ട് വരുന്നത്. ധന്യ വരുന്നത് അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് H4 വിസയിൽ വരുന്നു. അപ്പോൾ അങ്ങനെ 2007 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ സ്റ്റാറ്റസ് വാസ് ഓക്കെ. America is a country with a great opportunities, so we never had any issues with the visa processing and all, because we always follow the rules, and we never had any issues with any visa related stuff. We always were okay with that. നാട്ടിൽ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് യുവജനോത്സവത്തിൽ സ്റ്റേറ്റ് ലെവലിലോ ഡിസ്ട്രിക്ട് ലെവലിലോ എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് സമ്മാനമൊന്നും കിട്ടിയില്ല. പക്ഷേ ഞാൻ കവിതാ പാരായണം, അതായത് ഈ യുവജനോത്സവത്തിൻ്റെ ഭാഗമല്ലാതെ
ഡിസ്ട്രിക്ട് ലെവലിൽ കവിതാ പാരായണത്തിനൊക്കെ പറ്റി എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ സയൻസ് ടീച്ചറായിരുന്നു. ഞാൻ സയൻസ് എക്സിബിഷന് ഒരുപാട് പോയിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ് ലെവലിൽ സയൻസ് എക്സിബിഷന് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാൻ 2020 മുതൽ, അതായത് കോവിഡിൻ്റെ സമയം മുതൽ ഒരു 4 വർഷത്തോളം അബുദാബിയിലുള്ള മോഹൻദാസ് ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ഓൺലൈനിൽ സംഗീതം പഠിച്ചിട്ടുണ്ട്. അതൊന്നും 4 വർഷമൊന്നും സംഗീതത്തിലൊന്നുമല്ല, എന്നാലും പിന്നെ ഞാൻ ഇനിയും അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഞാൻ പണ്ട് പഠിച്ച തബലയുടെ ആ താളങ്ങളൊക്കെ വീണ്ടും ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ തബല അത്യാവശ്യം വായിക്കുന്നുണ്ട്. നമ്മുടെ അമ്പലത്തിലെ പ്രോഗ്രാമിനൊക്കെ തബല വായിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സംഗീതമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് എല്ലാം എപ്പോഴും ബാലൻസ് ആണ്. ഇപ്പോൾ സ്കൂളിൽ കുറേ സ്ട്രെസ് ഉണ്ടാവാം, ഒരുപാട് നെഗറ്റീവ് പിന്നെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവാം. പക്ഷേ റിഗാർഡ്ലെസ് ഈ പിന്നെ അമ്പലവും അതുപോലെ സംഗീതവും അതിനൊരു ബാലൻസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് പോകുന്നു. അന്ന് കവിതാ പാരായണത്തിനൊക്കെ യുവജനോത്സവത്തിൽ പോകുന്ന ഏതെങ്കിലും ഒരു കവിത 4 ലൈൻ ഓർമ്മയുണ്ടോ പഴയ പാട്ടില്? എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഉള്ളൊരു കവിത നമ്മുടെ വി മധുസൂദനൻ നായരുടെ ഒരു കവിത എനിക്ക് ഓർമ്മ വരുന്നു. അത് നാരായണത്ത് ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയാണ്. അത് നാരായണത്ത് ഭ്രാന്തൻ. അതിൻ്റെ കുറച്ച് വരി ഇവിടെ പാടാം. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എൻ്റെ ചിറകിൽ ഉരയ്ക്കും പുഴുക്കളില്ല, ഉള്ളിലിരവിൻ്റെ പാഷാണ തിമിരമില്ല. ഉള്ളിൽ അഗ്നികോണിൽ കാറ്റുരഞ്ഞു തീ ചീറ്റുന്ന നഗ്നമാം ദുസ്വപ്ന കാമമില്ല. വാഴ്വിൻ ചെതുമ്പിച്ച വാതിലുകളടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റി അടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേര് ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണ് മൂഢൻ. താങ്ക് യു സോ മച്ച് സാറേ. സാറേ, ഇതിൻ്റെ അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, അമേരിക്കയിൽ പഠിപ്പിക്കാൻ വരുന്ന സാറുമാരെ, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നുള്ളവർ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ബിഗസ്റ്റ് ചലഞ്ചസ് എന്താണ്? നമ്മളെ കാണുന്നത് ഏത് രീതിയിലാണ്? ഒരുപാട് പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇടക്കാലത്തൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പിന്നെ എന്താ പറയുക, ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സും ഒക്കെ എന്താ പറയുക, നമ്മൾ അഭിപ്രായം ചോദിക്കും. അമേരിക്കയിൽ വരാൻ പ്ലാൻ ഉണ്ട്, ഇവിടെ ടീച്ചിങ് ആണ്, ഇവിടെ ടീച്ചിങ് ഭയങ്കര ഹാർഡാണെന്ന് കണ്ടിട്ടുണ്ട് ഒക്കെ പറയും. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ട് ഞാൻ പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്ന് വെച്ചാൽ, നോ ജോബ് ഈസ് ഈസി ആൻഡ് ദർ ഈസ് നോ ഷോർട്ട് കട്ട് ഇൻ ലൈഫ്. ഒരു ജോലിയും ഈസി അല്ല. എല്ലാ ജോലിക്കും ഇപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ച നഴ്സിംഗ് കുറച്ച് ഈസി ആയിരുന്നു, അത് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എൻജിനീയറിങ് ഈസി ആയിരുന്നു. എല്ലാ ജോലിക്കും അതിൻ്റെ ആയിട്ടുള്ള ചാലഞ്ചസും ഹാർഡ്ഷിപ്സും ഒക്കെ ഉണ്ട്. ടീച്ചിങ്ങിനും അതിൻ്റെ ആയിട്ടുള്ള പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. പിന്നെ വേറെ എന്താണ് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ എന്ത് ജോലി ആയാലും അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു പിന്നെ പ്ലസും മൈനസും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതെപ്പോഴും നല്ലതായിരിക്കും. അമേരിക്കയിലത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ചാലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് അമേരിക്കയിലത്തെ കുട്ടികൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതാണ് നമുക്ക് മെയിനായിട്ട്. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാളും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പം ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പിന്നെ വടിയെടുക്കാൻ പറ്റില്ല, ഒന്ന് തുറച്ചു നോക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അതിനാണ് നിങ്ങളുടെ ടീച്ചിങ് സ്കിൽസ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം കുട്ടികളെ മനസ്സിലാക്കുക. ചൈൽഡ് സൈക്കോളജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
നമ്മളിപ്പോൾ ഇവിടെ ടെക്സസിൽ പിന്നെ ടീച്ചറാകാൻ വേണ്ടിയിട്ട് 2 എക്സാം എഴുതണം. അതിൽ ഒരു എക്സാമിൽ പ്രത്യേകിച്ച് പറയുന്നത് പെഡഗോജിയിൽ പറയുന്നത് നമ്മൾ ക്ലാസ് റൂം ഡിസിപ്ലിൻ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, അതായത് അത് ജസ്റ്റ് വൺ ഓഫ് ദ ഡൊമെയിൻസ്. എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസിപ്ലിൻ മാനേജ് ചെയ്യുന്നത്, അതായത് അറ്റ് ദ സെയിം ടൈം യു നീഡ് ടു ബി ഫ്രണ്ട്ലി വിത്ത് ദ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങളുടെ സ്കിൽസ്, നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അത് കുട്ടികളിൽ ആ കഴിവുകൾ മാച്ച് ചെയ്തിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കും. ഇപ്പോൾ പറയാം, ഇപ്പോൾ നമുക്ക് അറിയില്ല, ഇപ്പോൾ ഒരു സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ പിന്നെ വരുന്നത് ഒരു ബാഡ് ഡേ ആയിട്ടായിരിക്കാം, അവർക്ക് ദേ മേ ബി ഹാവിങ് എ ബാഡ് ഡേ, ബട്ട് എൻഡ് ഓഫ് ദ ഡേ കുട്ടികൾക്ക് തോന്നണം നിങ്ങളുടെ ക്ലാസ് ആയിരുന്നു അവിടുത്തെ അന്നത്തെ ഹൈലൈറ്റ് എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഓൾവേസ് പിന്നെ പറയുന്നത്. സോ ഇഫ് ദ സ്റ്റുഡൻസ് എക്സിറ്റ് യുവർ ക്ലാസ് റൂം, they should feel that my class is their highlight of the day. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനെയും അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക. അവർ ചിലപ്പോൾ സിംഗിൾ ഫാമിലി ആയിരിക്കും വരുന്നത്, ഗ്രാൻഡ് മാസ് ആയിരിക്കും അവരുടെ കൂടെ ഉണ്ടാവുന്നത്, അവരുടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും, ചിലപ്പോൾ ഹോംലെസ് ആയിരിക്കും, ചിലപ്പോൾ ഒരുപാട് മാനസിക പിന്നെ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന കുട്ടികളായിരിക്കും. ഇവരെല്ലാവരും നമ്മൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നിങ്ങൾ പിന്നെ A+B² എന്ന് പഠിപ്പിച്ചിട്ട് അത് അവർ പഠിക്കാത്തതിൽ നിങ്ങൾ വില വെച്ചിട്ട് കാര്യമില്ല. So you need to know their background, you need to know their core. അപ്പോൾ I think if you know your students, then teaching is the fun. It's really a fun profession. ഇപ്പോൾ എനിക്ക് ഇത്രയും വർഷം ഈ പ്രൊഫഷണൽ, ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഞാൻ ഓൾമോസ്റ്റ് 23 years സർവൈവ് ചെയ്തുവെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് കുട്ടികളോട് പിന്നെ കുട്ടികളുടെ മനസ്സിലാക്കിയിട്ട് അവരുടെ നീഡ്സിനനുസരിച്ചിട്ട് എൻ്റെ ഇൻസ്ട്രക്ഷനിൽ മാറ്റം വരുത്താനുള്ള ഒരു കഴിവുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, അതിനുള്ള ഒരു മനസ്സുണ്ട്. സോ ഐ ഹാവ് എ മെൻറ്റാലിറ്റി ഓഫ് ചേഞ്ചിങ് മൈ ടീച്ചിങ് മെത്തേഡ്സ് ബേസ്ഡ് ഓഫ് ദ സ്റ്റുഡൻസ് നീഡ്സ്. അപ്പോൾ അതാണ് മെയിൻ. അപ്പോൾ പുതിയതായിട്ട് വരുന്നവരാരുണ്ടെങ്കിലും അവർക്ക് പറയണത് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഇപ്പോൾ മൈ വേ ഇസ് ദ ഹൈവേ എന്ന് പറഞ്ഞിട്ട് നിന്നാൽ ഇവിടെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഇവിടുത്തെ കുട്ടികളുടെ മാനസികാവസ്ഥയും അവരുടെ ബാക്ക്ഗ്രൗണ്ടും വെച്ചിട്ട് നമ്മുടെ ടീച്ചിങ് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് നീഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ യു വിൽ ബി സക്സസ്ഫുൾ. ഇത്രയേ പറയാനുള്ളൂ. അമേരിക്കയിൽ H1 വിസയിൽ ഈ ടീച്ചിങ്ങിന് ഇപ്പോൾ പോസിബിലിറ്റി ഉണ്ടോ? അമേരിക്കയിൽ H1 വിസ ഇപ്പോൾ കറൻ്റ്ലി കുറച്ച് ഡൗൺ ആണ്. പിന്നെ ഇത് ലോട്ടറി ഉണ്ട്, H1B ലോട്ടറി ഉണ്ട്. H1B ലോട്ടറിയിൽ കിട്ടുവാണെങ്കിൽ ഇഫ് യു ക്യാൻ ഫൈൻഡ് എ സ്പോൺസർ സ്കൂൾ, ദെൻ യു സ്റ്റിൽ ഹാവ് ഹോപ്സ്. ബട്ട് നമ്മളൊക്കെ വരുന്ന ആ സമയത്തുള്ള അല്ലെങ്കിൽ ഒരു 10 വർഷം മുന്നേ ഉള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. പക്ഷേ ഇവിടുത്തെ കറണ്ട് പിന്നെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്, ഇമിഗ്രേഷൻ സിറ്റിസൺഷിപ്പ്, പിന്നെ ഓർഗനൈസേഷൻ്റെ ഒക്കെ ആ ഒരു നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പേരൊന്നും പിന്നെ H1B വിസയിൽ ടീച്ചിങ് ആയിട്ട് വരുന്നില്ല. പിന്നെ വേറൊരു പിന്നെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ കൾച്ചറൽ എക്സ്ചേഞ്ച് വിസയുണ്ട്. അതായത് പിന്നെ J1 വിസയിൽ ഒരുപാട് പേര് വന്നിട്ട് പിന്നെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് സംടൈംസ് ദേ ഗെറ്റ് ഫോർ 3 years അല്ലെങ്കിൽ 5 years കിട്ടും. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ പിന്നെ പഠിപ്പിക്കാനുള്ള താല്പര്യമായിട്ട് വരുന്നവർക്ക്. സാറിൻ്റെ ലിറ്റററി ബാക്ക്ഗ്രൗണ്ട് വെച്ച് ചോദിക്കുകയാണ്, ഇംഗ്ലീഷ് പോയമായിട്ട് എന്തെങ്കിലും? ഇംഗ്ലീഷ് വരെ ഞാൻ ഹൈസ്കൂള് കഴിഞ്ഞതിനോട് ഇംഗ്ലീഷ് പോയമായിട്ട് ഇല്ല. എനിക്ക് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു പോയം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ജോർജ് ഓർവെലിൻ്റെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോ ഈവനിങ്. അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ ഒരു കവിത. എനിക്ക് ഓർമ്മയില്ല, ഇപ്പോൾ ലൈൻസൊന്നും ഓർമ്മയില്ല. അല്ലാതെ എനിക്ക് ലിറ്ററേച്ചറുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. മലയാളം പുസ്തകങ്ങളൊക്കെ മുമ്പ് വായിക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ തിരക്കുകൾക്കിടയിൽ അതിനുള്ള സമയമൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും, പക്ഷേ അത്രയും ഒരു പ്രയോറിറ്റി മലയാളം ബുക്കുകൾ വായിക്കുന്നത് ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ മലയാളം ന്യൂസ് പേപ്പർ ദിവസം വായിക്കും. ന്യൂസ് പേപ്പർ ഇപ്പോൾ മനോരമ എല്ലാം ഓൺലൈൻ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ദിവസവും വായിക്കും. അതും അങ്ങനെയായിട്ടുള്ള നാടുമായിട്ടുള്ളൊരു ടച്ച് എപ്പോഴും ഉണ്ട്. എല്ലാ വർഷവും നാട്ടിൽ പോകാറുണ്ട്, വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നാടുമായിട്ടുള്ള ബന്ധമൊന്നും ഒരിക്കലും നമുക്കങ്ങനെ വിടാനൊന്നും പറ്റില്ല. റൈറ്റ്. ഇപ്പോൾ സാറിൻ്റെ നാട്ടിലുള്ള ഏത് മണ്ഡലത്തിൽ നിന്ന് ഏത് MLA ആണ് ജയിച്ചതെന്നറിയാം? പിന്നെ എൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പിന്നെ പയ്യന്നൂരാണ്. ഇപ്പോൾ ഒരുപാട് മണ്ഡലത്തിൽ ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ വൈഫിൻ്റെത് അഴീക്കോടാണ്, പിന്നെ എൻ്റെത് പയ്യന്നൂരാണ്. പിന്നെ വൈഫിൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു M. വിജൻ, CPM M. വിജനാണ് പിന്നെ നല്ലൊരു ഭൂരിപക്ഷം ജയിച്ചിട്ടുണ്ട്. പയ്യന്നൂർ പിന്നെ ഒരുപാട് വർഷത്തിന് ശേഷം എനിക്ക് തോന്നുന്നു അത് UDFിൻ്റെ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ആണ് ജയിച്ചത്. പിന്നെ എന്താ പറയുക, നമ്മുടെ കണ്ണൂർ എന്ന് പറയുന്നത്
പൊതുവേ ആൾക്കാർ കണ്ണൂർ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെന്നല്ല. കണ്ണൂരുകാർ ഒരുപാട് നല്ലവരാണ്, ഒരുപാട് നല്ല പിന്നെ എന്താ പറയേണ്ടത്, നല്ല മനുഷ്യർ കണ്ണൂരിലുണ്ട്, ഒരുപാട് നല്ല അമ്പലങ്ങൾ, ഒരുപാട് നല്ല റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പിന്നെ ഡിസ്ട്രിക്റ്റാണ് കണ്ണൂർ. കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ ലീഡ് ബാങ്ക് ആയിരുന്നല്ലോ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്. അതിനെപ്പറ്റി ഒരു 2 വാക്ക് സാറിന് എന്തെങ്കിലും ഉണ്ട്. എനിക്ക് പിന്നെ എൻ്റെ ആദ്യമായിട്ട് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുമ്പോൾ ഞാൻ പണ്ട് പോലെ ഒരുപാട് നാളും പോലെ കേൾക്കുന്നതാണ്. എൻ്റെ വൈഫിൻ്റെ അമ്മ സോമേശ്വരി വീട്ടി അവർ പിന്നെ ഒരുപാട് വർഷം, ഒരു 25 മേലെ വർഷങ്ങൾ ബാങ്കിൽ ജോലി ചെയ്തിട്ട് പിന്നെ മാനേജറായിട്ട് റിട്ടയർ ആളാണ്. അപ്പോൾ പിന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ ബാങ്കിനെ പറ്റിയുള്ള ഒരുപാട് കാര്യം പലപ്പോഴായിട്ട് പറയാറുണ്ട്. അപ്പോൾ നല്ല അനുഭവങ്ങളാണ് അതിനെ പറ്റിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ സംസാരിച്ചല്ലോ താങ്കളുടെ മദറിലോ ആയിട്ട്. എൻ്റെ ബ്രദറും അവിടെ കണ്ണൂരുണ്ടായിരുന്നല്ലോ, ജോളി എബ്രഹാം. അതെ അതെ. സാറേ, നമുക്ക് ഈ അഭിമുഖം നിർത്തുന്നതിന് മുമ്പേ അമേരിക്കയിൽ പല രീതിയിലുള്ള സ്കൂൾ സിസ്റ്റം ഉണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഓരോ 5 വയസ്സുള്ള കുട്ടി ഏതൊക്കെ സ്കൂളുകളിലാണ് ചേർന്നാ പോകുന്നത്? അത് പിന്നെ സാധാരണ പിന്നെ കിൻഡർ ഗാർഡൻ, പിന്നെ ലോവർ കിൻഡർ ഗാർഡൻ, അപ്പർ കിൻഡർ ഗാർഡൻ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അത് ജസ്റ്റ് പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് ടു 12 അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ലെവല് പിന്നെ അതായത് നമ്മൾ പിന്നെ 1-ാം ക്ലാസ്സിൽ പോകുന്നതിന് മുന്നേ ഉള്ളത് ആണ് ഈ പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് ലെവല്. ഇപ്പോൾ അത് പിന്നെ പല സ്കൂളുകളിലും അത് ഉണ്ട്. പിന്നെ എലമെൻ്ററിയുടെ ഭാഗമായിട്ട് പിന്നെ എലമെൻ്ററി എന്ന് പറയുന്നത് വി കോൾ ഇറ്റ് ആസ് ലൈക്ക് എലമെൻ്ററി സ്കൂൾ. ഗ്രേഡ് 1 to 5 ആണ്. 1 to 5 നമ്മുടെ നാട്ടിലൊക്കെ 1 to 4. ഇതെല്ലാം കൗണ്ടിയുടെ ആണ്, ഫ്രീ ആണ്, ഫെഡറൽ ഗവൺമെന്റിന്റെ ആണ്. അതായത് ഈ പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ഫോർബെന്റ് ISD ഒക്കെ നമ്മുടെ കൗണ്ടിയിലുള്ള സ്കൂളാണ്. ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി അണ്ടർ കൗണ്ടി, അതൊരു സ്കൂൾ ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അവർക്ക് തന്നെ ഒരു ബോർഡും പിന്നെ ട്രസ്റ്റീസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അവരുടെ ഇത്. പിന്നെ ഫെഡറൽ ഫണ്ടിങ് ഒക്കെ ഡെഫിനറ്റ്ലി അവർക്കുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ഫണ്ടിങ് ഉണ്ട് അവർക്ക്. കാരണം നമ്മൾ എല്ലാ ദിവസവും ഒരു അറ്റൻഡൻസ്, ഡെയിലി ആവറേജ് അറ്റൻഡൻസ് ഉണ്ട്. അപ്പോൾ 10 മണിക്ക് പിന്നെ ഉള്ള സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് അന്ന് അവരുടെ ഫണ്ടിങ് വരുന്നത്. അപ്പോൾ അത് ഫണ്ടിങ് ഉണ്ട് അവർക്ക്. അതുപോലെ എലമെൻ്ററി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഫ്രം 1 through 5th ഗ്രേഡ്, മിഡിൽ സ്കൂള് 6th to 8th ഗ്രേഡ് ആണ്. പിന്നെ 6, 7 and 8. പിന്നെ ഹൈസ്കൂള് 9 through 12. അപ്പോൾ ഈ ഡാലസ് ഹൈസ്കൂൾ എന്ന് പറയുന്നതിനകത്ത് ഏതൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ട്? ഡളസ് ഹൈസ്കൂളാണ്. ഇപ്പോൾ 9 through 12. Only 9, 10, 11, 12. ഞാൻ 10, 11, 12. 9, 10, 11, 12. 4 years ആണ്. അപ് ടു 12 ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. അപ് ടു 12 കംപ്ലീറ്റ്ലി ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. ഫുഡും ഉണ്ട് എല്ലാം. പിന്നെ ഫുഡ്, അത് ഫുഡ് എന്ന് വെച്ചാൽ അത് ഡിപ്പെൻഡിങ് ഓൺ അവരുടെ പിന്നെ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്. ഇൻകം ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ 3 types ഓഫ് ലഞ്ചസ് ഉണ്ട്. ഒന്ന് ഫ്രീ ലഞ്ച്, ഒന്ന് റെഡ്യൂസ്ഡ് ലഞ്ച്, ഒന്ന് ഫുൾ ലഞ്ച്. അതായത് ഫുൾ ലഞ്ച് എന്ന് വെച്ചാൽ അവർക്ക് ഫുൾ പൈസ കൊടുത്തിട്ട് മേടിക്കേണ്ടതാണ്. ഫ്രീ ലഞ്ചുള്ള ഒരുപാട് പിള്ളേരുണ്ട്. പിന്നെ റെഡ്യൂസ്ഡ് ലഞ്ച് ഉണ്ട്, അതായത് ഒരു ചെറിയൊരു എമൗണ്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഫുൾ ലഞ്ച് എത്ര % പിള്ളേർ ഓപ്റ്റ് ചെയ്യുന്നു? ഫുൾ ലഞ്ച് എക്സാക്ട്ലി എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 30 to 35% കുട്ടികൾക്കൊക്കെ ഫുൾ ലഞ്ച് ഉണ്ട്. ബാക്കി എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളത് ഓൾമോസ്റ്റ് ഈക്വലി ഡിവൈഡഡ് ബിറ്റ്വീൻ ഫ്രീ ലഞ്ച് ആൻഡ് റെഡ്യൂസ്ഡ് ലഞ്ച്. അവിടുന്ന് അത് ഓപ്റ്റ് ചെയ്യാതെ ഇരിക്കാം. ലഞ്ച് വേണ്ടെന്ന് വെക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് എടുത്ത് കഴിക്കാം. ഒരു കുഴപ്പമില്ല. ദിസ് ജസ്റ്റ് ഓപ്ഷൻ. ഓൾ ദീസ് ആർ ഓപ്ഷൻ. ഇപ്പൊ 12 സാറിന്റെ സ്കൂളിൽ എത്ര സ്ട്രെങ്ത് കാണും? എനിക്ക് തോന്നുന്നു പിന്നെ കറന്റ് എൻറോൾമെന്റ് അബൌട്ട് 2800 സ്റ്റുഡൻസ് ഈ 4 സ്റ്റാൻഡേർഡിൽ ഉണ്ട്. അപ്പൊ വലിയൊരു സ്കൂളാണ്. അപ്പൊ നമ്മുടെ സ്കൂൾസ് എല്ലാം അത്രയും വലുതാണ്. 2500 മുതൽ 3500 വരെയാണ് നമ്മുടെ പിന്നെ ഫോർബെന്റിന്റെ കീഴിൽ ഓൾമോസ്റ്റ് 11 ഹൈസ്കൂൾസ് ആർ ദർ. അപ്പോൾ അത്രയും ഉണ്ട് ഏകദേശം. അപ്പോൾ അതിലൊരു 80% സ്റ്റുഡൻസ് മീൽ അവിടുന്ന് യൂസ് ചെയ്യുക 3 times or 2 times or 1 time? ഒരു 70 കൂട്ടിക്കോളൂ. 70% 3 times ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച്. ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ഉണ്ട്. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ഉണ്ട്. പിന്നെ ഇതൊക്കെ നോക്കുന്നത് സോഷ്യോ എക്കണോമിക് ആ ഒരു ലെവൽ വെച്ചിട്ടാണ്. അപ്പോൾ അവരുടെ ഇനിയിപ്പം ചിലപ്പോൾ പിന്നെ ഇൻകം ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട്. പിന്നെ ഒരുപാട് ഇതിലൊക്കെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പിന്നെ നമ്മളെ നാട്ടിലത്തെ സിസ്റ്റം ഇവിടുത്തെ സിസ്റ്റമായിട്ട് വളരെ ഒരുപാട് അധികം ഡിഫറൻസ്. അപ്പോൾ നാട്ടിലൊക്കെ നമുക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് ഒരു 35-40% ഓഫ് മാർക്ക് മതി. ഞാനത് കമ്പയർ ചെയ്യുമല്ല. ഇവിടെ 70 ആണ് പാസ്സാവാൻ വേണ്ടത്. യു നീഡ് ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് 70.
അപ്പോൾ ഇപ്പോൾ എന്താ പറയുക 70-ൽ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നാണ് ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്ററുടെ ആവറേജ് ഒക്കെ എടുത്തിട്ട് അതൊക്കെ 70 കിട്ടിയില്ലെങ്കിൽ ആ കോഴ്സ് പാസ്സാവില്ല, വീണ്ടും ദേ ഹാവ് ടു ടേക്ക് റിപ്പീറ്റ് ഇറ്റ്. അങ്ങനെയുണ്ട്. ക്രെഡിറ്റ് ബേസ്ഡ് ആണ്, ഇപ്പോൾ സെമസ്റ്റർ ബേസ്ഡ് ക്രെഡിറ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ ഒരു സക്സസ് റേറ്റ് പറഞ്ഞാൽ ഒരു 90% ഉണ്ടോ? ഹൈസ്കൂൾ ഗ്രാജുവേഷനൊക്കെ അത്രയൊക്കെ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു ക്ലാസ് ഇപ്പോൾ കോഴ്സ് പാസ്സായാലും അടുത്ത ക്ലാസ്സിലേക്ക് പോവില്ല എന്നില്ല. ദേ ക്യാൻ സ്റ്റിൽ ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ. ഓൺലി തിങ് ദേ ഹാവ് ടു മേക്ക് ഇറ്റ് കം ബാക്ക് ആൻഡ് ഡു ഇറ്റ്. ഓക്കെ. ഞാൻ ഇനി ഒരു പേഴ്സണൽ ചോദ്യം ചോദിച്ചാൽ, സാറ് പലയിടത്തും സ്കൂൾ ടീച്ചിങ് ആണ് പ്രൊഫഷൻ. സ്കൂൾ ലെവൽ, പ്രൈമറി, സെക്കൻഡറി, കോളേജ്, ഇപ്പം കോളേജിൽ എത്തി നിൽക്കുന്നു. സാർ ഒരു ഞാൻ കോളേജിൽ നേരത്തെ പഠിപ്പിച്ചതാണ്. ഞാൻ 2005-2006 വർഷം ഒരു ഓൾമോസ്റ്റ് 15 months I was the college professor for Cynthia Klaska University in South Dakota. Oh, I see. So I was teaching education statistics to graduate students. So അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോഴും ഞാനൊരു കോളേജ് ഇൻസ്ട്രക്ടറാണ്. സോറി, ഇന്ററപ്റ്റ് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്, സാർ അന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് കണക്കിലോട്ട് മാറിയില്ലായിരുന്നെങ്കിൽ സാർ എന്ത് പഠിക്കാൻ അതർവൈസ് ഓപ്റ്റ് ചെയ്തിരുന്നത് ഇത് തേർഡ് ഗ്രൂപ്പ് വെച്ചാൽ എനിക്ക് തോന്നുന്നു പിന്നെ എക്കണോമിക്സ്, പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി അങ്ങനെയുള്ളതായിരുന്നു. ആക്ച്വലി പിന്നെ ടു ബി വെരി ഓണസ്റ്റ് എനിക്ക് ആദ്യം കിട്ടിയിരുന്നത് തേർഡ് ഗ്രൂപ്പ് ആയിരുന്നു. സോ ഐ ഹാഡ് ടു വെയിറ്റ് another month before I can get into this first group. അത് നമുക്ക് we don't have choices, right? അത് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ if you need first group, if you need math degree, you get it. Because ഒരുപാട് പണ്ടൊക്കെ വളരെ ലിമിറ്റഡ് സീറ്റ്സ് എഞ്ചിനീയറിംഗ് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ എഞ്ചിനീയറിംഗ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് കിട്ടിയ റാങ്ക് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന് കിട്ടുമായിരുന്നു. തീർച്ചയായിട്ടും ഇന്നൊക്കെ ഒരുപാട് സീറ്റ്സ് ഉണ്ട്, നമ്മുടെ പണ്ടത്തെ പോലെ അല്ല. എല്ലാം ഓപ്പറേഷൻ. പിന്നെ ഒരുപാട് കുട്ടികളൊന്നും നാട്ടിൽ നിൽക്കുന്നില്ല, എല്ലാവരും പുറത്തോട്ട് പിന്നെ വരുവാണ്. സാറിന് ഇന്നിപ്പോൾ അമേരിക്കയിൽ ഒരു പഠിക്കാനൊരു അവസരം കിട്ടിയാൽ സാർ എന്ത് പഠിക്കും? ഞാൻ ഡാറ്റാ സയൻസ് ഇപ്പോൾ പിന്നെ ഞാൻ ഡാറ്റാ സയൻസ് ആക്ച്വലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് പിന്നെ ചില കാരണങ്ങളാൽ എനിക്ക് അതൊന്ന് സ്റ്റോപ്പായിട്ടുള്ളത്. ഐ വിൽ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ. ഞാൻ ഓൾമോസ്റ്റ് 3/4 ഓഫ് ദി കോഴ്സിന് കംപ്ലീറ്റ് ചെയ്തതാണ് ഡാറ്റാ സയൻസിൽ ഫ്രം ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി. എനിക്ക് കമ്പ്യൂട്ടർ ഡാറ്റാ സയൻസായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. ഈ മെഷീൻ ലാംഗ്വേജ് ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അത് ടീച്ചിങ് അല്ലെങ്കിൽ അതൊന്നും ഓപ്റ്റ് ചെയ്തേനെ. അത് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട്, കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള ഇതാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. സാറിന്റെ മക്കൾ ഹൈസ്കൂൾ ലെവലിൽ എത്തി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ മൂത്തയാൾ 12ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ അവൻ നിവേദ് രാമേന്ദ്രൻ, അവൻ പിന്നെ പോസിബിളി ട്രൈങ് ഫോർ മെഡിസിൻ. നാട്ടിൽ തന്നെ ചെറിയ മോൻ 5ാം ക്ലാസ്സിലാണ്, നവേന്ദ്ര രാമേന്ദ്രൻ. അവരുടെ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ സാർ എന്തായിരിക്കും അവരെ ആഗ്രഹിക്കുന്നത്? ഓക്കെ, പേരൻസിന് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവാം. പക്ഷെ ഐ വുഡ് നെവർ ഫോഴ്സ് ദം ടു ഡു സംതിങ്. ബിക്കോസ് അവരാണ് ഭാവിയിൽ ജീവിക്കേണ്ടത്, അവരാണ് ജോലി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അവർക്ക് ഗൈഡൻസ് കൊടുക്കുക, അവരവരുടെ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ അവരുടെ പിന്നെ തീരുമാനങ്ങളിൽ എന്തെങ്കിലും ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് സജസ്റ്റ് ചെയ്യാം. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളോട് നമുക്ക് ജസ്റ്റ് അവരുടെ സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നല്ലാതെ നമുക്കൊന്ന് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഫോഴ്സ് ചെയ്തുകൊണ്ട് കാര്യമില്ല, ഒന്നുമില്ല. ഇപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഫീൽഡിലോട്ട് എന്നെ അയച്ചാൽ ഐ വോണ്ട് ബി സക്സസ്ഫുൾ, റൈറ്റ്? അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അവരവരുടെ ഇഷ്ടം. മൂത്ത പിന്നെ മകൻ അവൻ പിന്നെ മെഡിസിൻ പോകണം എന്നുള്ള അവൻ ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ അതിനുള്ള പിന്നെ സപ്പോർട്ടൊക്കെ തീർച്ചയായിട്ടും കൊടുക്കും. ഇപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് ഇപ്പം പിള്ളേരോടൊന്ന് ഗാഡ്ജറ്റ് മാറ്റി വെക്കാൻ പറഞ്ഞാൽ പോലും പിന്നെ ഇത് എന്താ പറയുക, സോഷ്യൽ മീഡിയയും ഈ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ് റൂമിൽ അതൊരു വലിയൊരു ഡിസ്ട്രാക്ഷൻ ആണ് ഓണസ്റ്റ്ലി. ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് ടെക്സസ് അതിന്റെ ലോ കൊണ്ടുവന്നു. അത് പിന്നെ ക്യാമ്പസിൽ പിന്നെ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്യാൻ പാടില്ല. യു കനോട്ട് ടേക്ക് ദ ഫോൺ ഔട്ട്. അപ്പോൾ അത് കോൺഫിസ്കേറ്റ് ചെയ്യും. ഇപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ ഫോൺ ഉപയോഗം വളരെ സ്ട്രിക്റ്റ് ആണ്. ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ലോ നൗ. ടീച്ചർ കുഡ് ബി ഇൻ ട്രബിൾ ഇഫ് ടീച്ചർ ലെറ്റ്സ് ദ സ്റ്റുഡൻസ് യൂസ്. സാറിനും കൊണ്ടുപോകാൻ പറ്റില്ല. ടീച്ചേഴ്സിനുണ്ട്. ടീച്ചേഴ്സ് വി ഹാവ് ടു ബി ദ മോഡൽ, റൈറ്റ്? അവരുടെ മുമ്പിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ടീച്ചേഴ്സിന് ഇപ്പോൾ അതിന് തടസ്സമൊന്നുമില്ല. കുട്ടികൾ ഇലക്ട്രോണിക് ഡിവൈസസ് കൊണ്ടുവരാം. സോ ഇറ്റ് ഷുഡ് ബി ടേൺഡ് ഓഫ് ഓർ പവർ ഡൗൺ ആൻഡ് പുട്ട് ഇൻ ദ ബാക്ക് പാക്ക്. അങ്ങനെയാണ്. അപ്പോൾ അത് വളരെ ഈ വർഷം മുതൽ പിന്നെ സ്റ്റേറ്റ് ലോ ആണ്. 100% ആയിട്ട് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞ പോലെ അതൊരു സ്റ്റേറ്റ് ലോ ആയി കഴിഞ്ഞാൽ പിന്നെ anyone could be in trouble if they don't follow the rules. സാറിനെ വൈകിട്ടൊക്കെ ആരെങ്കിലും വിളിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടോ? ക്ലാസ് സ്റ്റുഡൻസ് വിളിച്ച് ചോദിക്കാറില്ല. എനിക്ക് ഞാൻ
ഓണസ്റ്റ്ലി 2:50 ഞങ്ങളുടെ ക്ലാസ് തീരും. ടീച്ചേഴ്സിന് ദേ ഹാവ് ടു ബി ദർ ടിൽ 3:10 ഓൺലി. ഇപ്പം ഞാൻ എൻ്റെ ഒരു ആവറേജ് പിന്നെ സ്റ്റേ ബാക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 5 മണി വരെയൊക്കെ ഞാൻ അവിടെ ഉണ്ടാവും. 4:30 കുട്ടികൾ അവിടെ ഉണ്ടാവും. കുട്ടികൾ, അതായത് പിന്നെ അമേരിക്ക എന്ന് പറയുമ്പോൾ പലർക്കും പിന്നെ പല ധാരണകളും ഉണ്ട്. അതായത് കുട്ടികൾ പഠിക്കില്ല, കുട്ടികൾ വളരെ ഡിസിപ്ലിൻ ഇഷ്യൂസ് ഉള്ളവരാണ്. കുറച്ച് പിള്ളേർ അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ കുട്ടികളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആഫ്റ്റർ സ്കൂൾ 2:50 മുതൽ 4:30 വരെ അല്ലെങ്കിൽ 5 മണി വരെയൊക്കെ അവിടെ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഞാൻ അവിടെ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ സ്റ്റേ ബാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക്. കാരണം കുട്ടികളെ കൊണ്ട് സംശയം ചോദിക്കണം എന്നുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അവർ നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവരെ സപ്പോർട്ട് ചെയ്യും. ഇത് ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല, എന്നാലും സാറ് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഉത്തരം പറഞ്ഞാൽ മതി. സാറ് ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്ന് കറുത്തവരാണോ വെളുത്തവരാണോ ഗേൾസ് ആണോ കൂടുതൽ മിടുക്കരായിട്ട് തോന്നിയിട്ടുള്ളത് കണക്കിൽ? എല്ലാ പിന്നെ എന്താ പറയുക, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരിലും നല്ല പിന്നെ ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. എനിക്ക് അങ്ങനെ ഒരു റേസ് വൈസ് അങ്ങനെ ഒരു അഭിപ്രായം പ്രത്യേകിച്ചില്ല. ഓണസ്റ്റ്ലി ഗേൾസ് ബോയ്സ് അതിലും നല്ല ഇവരായിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു പിന്നെ നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെ കറുത്ത ആൾക്കാരാകുമ്പോൾ ഡിസിപ്ലിനായിട്ട് ഇഷ്യൂ ഉണ്ട്. എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ ഇന്ത്യൻസ് ആണെങ്കിലും എല്ലാവർക്കും ആ ഒരു എന്താ പറയുക നെഗറ്റീവും പോസിറ്റീവും വശങ്ങളുണ്ട്. അത്രേ ഞാൻ അങ്ങനെ കാണാറുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ നമ്മളൊരു ക്ലാസ്സിൽ ഒരു മിക്സ് ഓഫ് സെവറൽ പിന്നെ റേസസ്, റൈറ്റ്? അപ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സിനെ പോലെ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഡിസ്പാരിറ്റി ഒന്നുമില്ല, എല്ലാം നന്നായിട്ട്. പക്ഷേ എന്നാലും പൊതുവേ പിന്നെ എന്താ പറയേണ്ടത്, നമ്മുടെ ഈ ഒരു പിന്നെ ഏരിയയിൽ ഒത്തിരി ഏഷ്യൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ അവർ പിന്നെ എഡ്യൂക്കേഷൻ വൈസ് അവരുടെ ടാലൻറ്റ് വൈസ് അവർ കുറച്ച് മുന്നിലാണ്. അത് അത്രയും എനിക്ക് പറയാൻ പറ്റും. ചൈനീസും ഇന്ത്യൻസ് ചൈനീസ് ഈവൻ വിയറ്റ്നാമീസ് ഒക്കെ ഒത്തിരി പിന്നെ വളരെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഹയർ മാത്ത് കോഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒത്തിരി പേരൊക്കെ ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കാണാം. അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ഡിവിഷൻ ഇല്ല, പക്ഷെ കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത് ഈ ഒരു പിന്നെ ഡിവിഷനാണ്. അതെ, ഇവിടുത്തെ സ്കൂളുകളിൽ പോകാത്തത് കൊണ്ട് ഇവിടുത്തെ സ്കൂളിനെ പറ്റി അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ സ്കൂളുകളിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം. എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച് സാറ്. എൻ്റെ ഈ ചാനലിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിൽ ഒത്തിരി സന്തോഷം. നിർത്തുന്നതിന് മുമ്പ് സാറിന് സിനിമയിലെയോ കവിതയോ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു 2 ലൈനോടെ? ഓക്കെ എന്തിനു വേറൊരു സൂര്യോദയം, നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ. എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ. മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം, നിന്റെ നൂപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം. പൂക്കൊണ്ടു മൂടുന്നു വൃന്ദാവനം, സിന്ദൂരമണിയുന്നു രാഗാംബരം. പാടൂ സ്വരയമുനേ, എന്തിനു വേറൊരു സൂര്യോദയം, നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ. എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ. മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻസ് ആൻഡ് US എഡ്യൂക്കേഷൻ പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്.
പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെഫിനറ്റ്ലി നല്ലതാണ്. പക്ഷേ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ബെറ്ററായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ ദി എഡ്യൂക്കേഷൻ ഈസ് ബേസിക്കലി ടീച്ചർ സെൻറ്റേർഡ്. കുട്ടികൾ ക്ലാസ്സിൽ വന്നിരിക്കുന്നു, ടീച്ചറിൻ്റെ ലെക്ചറിങ് ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം. അതായത് അവരൊരു കാര്യം ലെക്ചർ ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അടുത്തിലോട്ട് പോകുന്നു. പിന്നെ എൻഡ് ഓഫ് ദി ഡേ അവർക്കൊരു ഹോംവർക്ക് കൊടുക്കുന്നു. പിന്നെ മുമ്പൊക്കെ ഒരു വർഷത്തിൻ്റെ അവസാനം ഒരു കൊല്ലപ്പരീക്ഷ, ഒരു മൂന്ന് മണിക്കൂർ എക്സാം കൊണ്ട് ആ ഒരു വർഷത്തെ മുഴുവൻ നമ്മൾ വിലയിരുത്തുവാണ്. ആ സമയത്ത് നമ്മളങ്ങനെ ചെയ്തവരാണ് എല്ലാവരും. ഈ ഏജിലുള്ള ആൾക്കാർക്ക് അതൊക്കെ ചെയ്തു വന്നതാണ്. ഇപ്പോൾ കുറച്ചുകൂടി കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഉണ്ട് ഇപ്പോൾ നാട്ടിൽ. അതായത് ഇടയ്ക്കിടയ്ക്ക് അസസ് ചെയ്തിട്ട് അതിൻ്റെ ഗ്രേഡ്സൊക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് ഒക്കെ എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഗുഡ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളും അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു. കാരണം നമ്മളൊക്കെ നാട്ടിലത്തെ പിന്നെ ഞാൻ CBSEയിൽ ജോലി ചെയ്തതാണ് ഒരു 5 years. CBSE ഞാൻ ഇവിടുത്തെ ഹെഡ് എക്സാമിനറായിരുന്നു. ഇവിടെ CBSEൻ്റെ പേപ്പർ വാല്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു മനസ്സിലുള്ളത് കൊണ്ട് ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ആക്സെൻറ്റ് പോലെ തന്നെ നമ്മൾ ഇന്ത്യയിലത്തെ ഇന്ത്യൻ ആക്സെൻറ്റ് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് പിന്നെ എന്താ പറയുക ഒരു ന്യൂട്രൽ ആക്സെൻറ്റ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളത് മാറ്റിയെടുക്കാൻ ഒരുപാട് സമയമെടുത്തു. അതായത് ആക്സെൻറ്റ് ഇപ്പോഴും നമ്മൾ പിന്നെ പെർഫെക്റ്റ് ആയിട്ടൊന്നും പിന്നെ ഇവിടുത്തെ ആൾക്കാർ പറയുന്ന പോലെ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും അത് സമയമെടുക്കും. നമ്മുടെ മനസ്സിൽ അങ്ങ് ഇങ്ങനെ അടിയുറച്ചു പോയി അത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിപ്പിക്കുന്ന രീതി അവിടെ നമ്മൾ ഇപ്പോഴും എനിക്ക് പലപ്പോഴും ലെക്ചറിങ് പിന്നെ വരാറുണ്ട്. അപ്പോൾ അത് തെറ്റല്ല. പക്ഷേ അതിനേക്കാളും പിന്നെ റിസർച്ച് ബേസ്ഡ് പിന്നെ സ്റ്റഡീസാണ് പറയുന്നത്. നിങ്ങൾ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ക്ലാസ് റൂമിൽ മാത്രമേ സക്സസ് റേറ്റ് കൂടുള്ളൂ എന്നുള്ളത്. അത് ഒരു പരിധിവരെ ശരിയാണ്, അത് പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർ വൈകിട്ട് വരെ അവിടെ ഇരിക്കും. ഇപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ഓരോ പീരീഡ് കഴിയുമ്പോഴത്തെ ഒരു ടീച്ചർ വരും, അത് പോവും, അടുത്ത. ഇവിടെ എവറി ടീച്ചർ ഹാസ് എ ക്ലാസ് റൂം. ഞാൻ എൻ്റെ ക്ലാസ്സിലിരിക്കും, കുട്ടികൾ എൻ്റെ അടുത്തോട്ട് വരും. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് 30 സ്റ്റുഡൻസ് എൻ്റെ ക്ലാസ്സിൽ വരുന്നുണ്ടെങ്കിൽ അവരെല്ലാം കൂടി വേറൊരു ക്ലാസ്സിലേക്കല്ല പോകുന്നത്. അവരൊക്കെ ചെറിയ പല സ്ഥലങ്ങളിലോട്ടൊക്കെ പലരും വരും. അപ്പോൾ എടുക്കുന്ന കോഴ്സ് വെച്ചിട്ടാണ് എന്താ പറയുക കുട്ടികൾ ക്ലാസ്സിൽ പോകുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ആൾജിബ്ര 2 എടുക്കുന്ന ഒരു സ്റ്റുഡൻസ് എല്ലാം ഒരു രണ്ടാമത്തെ പീരീഡ് ക്ലാസ്സിലോട്ട് വന്നു. അവരൊക്കെ അത് കഴിഞ്ഞിട്ട് അവരൊക്കെ പല ക്ലാസ്സുകളോട്ട് പോയി. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് മൂവിങ് ടു വൺ ക്ലാസ് അങ്ങനെ ഇല്ല ഇവിടെ. പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ്. ഇപ്പോൾ ടീച്ചർ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ പലതരത്തിലുള്ള ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ കോളേജ് ആൾജിബ്ര പഠിപ്പിക്കുന്നത് IBL ആണ്. IBL എന്ന് പറഞ്ഞാൽ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്. കുട്ടികളാണ് ഇത് ക്ലാസ് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു പോയിന്റ് വെച്ചിട്ട് അവരുടേതായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ കാര്യങ്ങൾ പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരൊരു ഫൈനൽ ആൻസറിലെത്തും. ടീച്ചർ ഈസ് ദർ ജസ്റ്റ് ടു ഫെസിലിറ്റേറ്റ്. അവർ ജസ്റ്റ് ടീച്ചറെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമാണ് നിൽക്കുന്നത്. ടീച്ചറായിട്ട് ഒരു കണ്ടിന്യൂ ഒരു സെഷൻ പിന്നെ എന്താണ് ലീഡ് ചെയ്യുന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതാണ് IBL. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് ക്ലാസ്സുകൾ ടീച്ചർ ഒരു ചെറിയൊരു 5 minutes ലെക്ചറിങ് ജസ്റ്റ് ഇത് ബേസിക്കലി ഇറ്റ് ഈസ് ലൈക്ക് ടീച്ച് അസസ് അങ്ങനെയാണ്. കുറച്ച് പഠിപ്പിക്കുക, അത് അസസ് ചെയ്യുക, കുറച്ച് പഠിപ്പിക്കുക, അത് അസസ് ചെയ്യുക. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സൊക്കെ ക്ലാസ്സിൽ അപ്രൈസലിന് വരുമ്പോൾ അവരൊക്കെ കാണേണ്ടത് എന്താ വെച്ചാൽ സ്റ്റുഡൻറ്റ് ടോക്കിംഗ് ടു അനദർ സ്റ്റുഡൻറ്റ്, നോട്ട് ദ ടീച്ചർ ഈസ് ടോക്കിംഗ് ഓൾ ദ ടൈം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ഞാൻ എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ടീച്ചർ ഒരു ചെറിയൊരു 5 minutes പിന്നെ എന്താ പറയുക പുതിയൊരു ടോപ്പിനെ പറ്റി ഒരു ലെക്ചർ കൊടുക്കും. അപ്പോൾ അവർക്ക് ഒരു ഗ്രൂപ്പ് വർക്ക് കൊടുക്കും. കുട്ടികളോട് സംസാരിച്ചിട്ട് ആൻസറിലെത്തും. അപ്പോൾ ഒരു കുട്ടിക്ക് അറിയുന്ന കാര്യം മറ്റേ കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ല. അവസാനം എൻഡ് ഓഫ് ദ ഡേ ബോത്ത് ദ സ്റ്റുഡൻസ് നോ വാട്ട് ടു എക്സ്പെക്ട്. സോ എക്സ്പെക്ടേഷൻ ഈസ് ഡിഫറെൻറ്റ് and the product is also different. ഇതിപ്പോൾ ഇപ്പോൾ ഗ്രൂപ്പ് വർക്കിൽ പിന്നെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ലേ, അവർ ഇപ്പോൾ മാത്സ് തന്നെയാണ് സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ് പോയിന്റ്സ് പോസിറ്റീവ് പോയിന്റ്സ് ഇതൊക്കെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മുടെ ജോലി. ടീച്ചർ ഈസ് സ്റ്റേയിങ് ദെയർ ജസ്റ്റ് ടു ചാനലൈസ് ദം ത്രൂ ദെയർ ആക്ടിവിറ്റി. ഇപ്പോൾ ചിലപ്പോൾ പെയറായിട്ടിരിക്കും, ചിലപ്പോൾ പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് 3 people, ചിലപ്പോൾ ഗ്രൂപ്പ് ഓഫ് 4 people. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ the students talk to other student and they understand the concept, and end of there is an exit ticket. സോ ഇപ്പോൾ ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസാനത്തെ 5 minutes നന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അവരൊരു ക്വസ്റ്റ്യനിലൂടെയോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിലൂടെയോ ഒരു ഗ്ലോസറി അതെ. അപ്പോൾ അത് ടീച്ചർ നീഡ് ടു നോ വെദർ ദ സ്റ്റുഡൻസ് ഗോട്ട് ദി കോൺസെപ്റ്റ്.
മാസ്റ്ററിങ് ദ കോൺസെപ്റ്റ് ഈസ് വെരി ഹാർഡ് ഫോർ സം സ്റ്റുഡൻസ്. ബട്ട് അവർക്ക് തന്നെ ഒരു ചെറിയ ഗ്രൂപ്പ്, അതായത് ക്ലാസ്സിൽ തന്നെ ഒരു ഗ്രൂപ്പ് തന്നെ വേറെ തന്നെ ഇരുത്തിയിട്ട് അത് ടീച്ചർ അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടെ സ്പെഷ്യൽ എഡ്യൂക്കേഷന് ഒത്തിരി പിന്നെ ബാക്കും സപ്പോർട്ടും ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനിലെ സ്റ്റുഡൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ഇപ്പോൾ എക്സാം എഴുതുവാണെങ്കിൽ അവർക്ക് അഡീഷണൽ ടൈം കൊടുക്കും. അവർക്ക് ഒരു അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ എക്സ്ട്രാ ടൈം കൊടുക്കും. അതൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യും. അതുപോലെ 504 ഉണ്ട്, അതായത് മെഡിക്കൽ അങ്ങനെയുള്ള പിന്നെ ഡിസബിലിറ്റി ഒക്കെ ഉള്ളവർക്ക് അതിനായിട്ടുള്ള എക്സ്ട്രാ ടൈംസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ സ്ട്രക്ചേർഡാണ്. ഇപ്പോൾ വെറും ലെക്ചറിങ് കൊണ്ട് മാത്രം ഇവിടെ നടക്കില്ല. ഇപ്പം പുതിയതായിട്ട് വരുന്ന പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് ഇറ്റ് ഈസ് നോട്ട് ബെൽ ടു ബെൽ ലെക്ചറിങ് ഈസ് നോട്ട് പോസിബിൾ. നമ്മുടെ അതായത് പല ടീച്ചിങ് സ്റ്റൈല്, ഇപ്പോൾ പിന്നെ ഗ്രൂപ്പ് വർക്ക് ഉണ്ടാവും, പിന്നെ ഗാലറി വർക്ക് ഉണ്ടാവും, പിന്നെ സ്റ്റേഷൻസ് ഉണ്ടാവും. ഇതൊക്കെ എല്ലാം കുട്ടികളെ ആ ഒരു ആവർത്തന വിരസത ഒരു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദേ ഗെറ്റ് ബോർഡ് ഈസിലി. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് you can have so many different teaching methods to make the students understand and mastering the concept. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മളുടെ ഡിഫറൻസ്, നമ്മുടെ നാട്ടിലൂടെ ആയിട്ടുള്ള ഡിഫറൻസ്. നാട്ടിൽ പിന്നെ എന്താ പറയുക, നമ്മൾ പഠിച്ച് വളർന്നുകൊണ്ട് അത് ശരിയാണെന്ന് തോന്നും, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ കാണുമ്പോൾ നമുക്ക് ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി. ഇപ്പോൾ നാട്ടിലൊക്കെ ഇപ്പോൾ നാട്ടിലത്തെ സ്കൂൾസൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ ഇവിടുത്തെ തന്നെ ചില കോൺസെപ്റ്റ് അങ്ങോട്ടും കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. ഇന്റർനാഷണൽ ടീച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ. ഇത് വേറൊരു രീതി ചോദിച്ചാൽ സാറിൻ്റെ ടീച്ചിങ് ലൈഫിൽ ഏറ്റവും കണ്ടന്റഡ് ആയിട്ടുള്ള ടൈം ഏതായിരുന്നു? ഇത് ഖത്തറായിരുന്നു, അമേരിക്കയാണോ, നോർത്ത് ഇന്ത്യ? അത് ഖത്തറിൽ കുറച്ച് സമയം അങ്ങനെയായിരുന്നു. അതായത് എനിക്ക് ഖത്തറിൽ പിന്നെ ഐ വാസ് ലൈക്ക് ഡീപ്ലി ഇൻവോൾവ്ഡ് ഇൻ ടീച്ചിങ്. എനിക്ക് ഡ്യൂട്ടീസ് ഞാൻ മാത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയർ ആയിരുന്നു. ഓൺ ദ ടോപ്പ് ഓഫ് ദാറ്റ് ഐ വാസ് ടീച്ചിങ് അബൌട്ട് 5 different courses. അതായത് ആൾജിബ്ര 1, ജോമെട്രി, ആൾജിബ്ര 2, pre-calculus, AP calculus, AP calculus, BC statistics, maybe 5 or 6 different courses I was teaching. So I was deeply involved in teaching and the administration, everything. In avudate accommodation everything is different. The student body is different. There are like the students from 32 different nations. Very luxury level undarunnu. Oh yeah, it's absolutely, yeah. The students the students come in luxury cars and they have a lot of money. But they don't know how to convert that wealth into the education. Right. So there are some good parents, and the good news is that the parents in Qatar, was a lot of parents were educated abroad, like in USA, UK, Europe and yes, absolutely. Mm-hmm. Yeah. Thank you so much, yeah. sir. Thank you for so sharing much. all these thoughts. Yeah, thank you. യുദ്ധം കഴിഞ്ഞു